ഈ ഒരു ക്വസ്റ്റ്യൻ ബോട്ടം സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് CGL ടയർ 2 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരു ബോട്ട് 35 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ 2 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യും. ഇതേ സെയിം ഡിസ്റ്റൻസ് അപ്പ് സ്ട്രീമിൽ 7 മണിക്കൂർ. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ബോട്ടിൻ്റെ സ്പീഡ് സ്റ്റിൽ വാട്ടറിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് വേണം, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് വേണം, ബൈ 2 ചെയ്യണം. ഇതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ട് കവേഴ്സ് 35 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം. ഓക്കെ, ഡൗൺ സ്ട്രീമിൽ 35 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 35/2 എത്ര വരും? ഇതായിരിക്കും ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ്. ഇനി സെയിം ഡിസ്റ്റൻസ് അപ്പ് സ്ട്രീമിൽ എത്ര എന്ന് പറയുന്നുണ്ട്? 35/7 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ 5 വരും, ഇവിടെയാണെങ്കിൽ നമുക്ക് 17 വരെ വരും. ഇനി ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ടയർ 2 ആണെങ്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ബോട്ടിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡും ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും കൂടി കൂട്ടുന്നു, ബൈ 2 എടുക്കുന്നു. ഇതായിരിക്കും ബോട്ടിൻ്റെ സ്പീഡ്. അപ്പോൾ 22.5 ഡിവൈഡഡ് ബൈ 2, 22.5/2. അതാണ് ആൻസർ വരുന്നത്. ആൻസറിൽ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു? 11.25 ആയിരുന്നു. 11.25 ആയിരുന്നു. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.